രാവിലെ തന്നെ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പോകുന്നതേ റെഡ് ക്രോസിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിൻ്ററിൻ്റെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡ് ക്രോസിലേക്ക് പോകുന്നത്. ഈ റെഡ് ക്രോസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസയായിരിക്കും ഇവിടെ. അപ്പോൾ ഇതിനാണെങ്കിൽ അത്രയും പൈസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ റെഡ് ക്രോസിലേക്ക് എത്തി. ഇവിടെ സാധാരണ എല്ലാ സാധനങ്ങളും തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വേണ്ടത് നോക്കി മേടിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ആക്ച്വലി ഇതല്ലാണ്ട് വേറൊരു ഷോപ്പും കൂടെ ഉണ്ട്. രണ്ടിടത്തായിട്ടാണുള്ളത്. തുണികളുടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു എടുത്ത്, പിന്നെ ഇങ്ങനെ നമ്മുടെ കിച്ചൺ ഐറ്റംസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ഒരിടത്തായിട്ടാണ് കേട്ടോ ഇവർ വെച്ചിരിക്കുന്നത്. ഞാൻ തുണികളുടെ ഒന്നും വീഡിയോസ് എടുത്തില്ല. അവിടെ തുണികളുണ്ട്, ചെരുപ്പുകളുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇവിടുത്തെ എമൗണ്ട് വെച്ച് നമ്മുടെ എമൗണ്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു കേട്ടോ. സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേ ഈ ഒരു കുഞ്ഞൻ വഴി കണ്ടു കേട്ടോ. ഇത് നേരെ ബീച്ചിലേക്ക് ഉണ്ടായിരുന്ന വഴിയായിരുന്നേ. അങ്ങനെ ഞങ്ങളും വിചാരിച്ചെന്ന് ബീച്ചിലേക്ക് പോകാമെന്ന്. അങ്ങനെ ബീച്ചിലേക്ക് പോയി ബീച്ചൊക്കെ കണ്ടു കേട്ടോ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വിൻ്റർ ജാക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ തണുപ്പോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് തിരിച്ച് വന്നു കഴിഞ്ഞ് ബസ് സ്റ്റോപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ് ബസ് സ്റ്റോപ്പ് വേണ്ടത്. ഞങ്ങളിത് വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് എവിടെയും ബസ് സ്റ്റോപ്പ് കാണുന്നില്ല കേട്ടോ. ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒന്ന് അങ്ങോട്ട് കാണിക്കും, ഒന്ന് ഇങ്ങോട്ട് കാണിക്കും, അങ്ങനെയായിരുന്നേ. പിന്നെ അവസാനം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെയുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം കേട്ടോ. എങ്കിലും ഇവരുടെ ഭാഷ വിട്ടൊരു കളിയില്ല. ഇവരുടെ ബോർഡുകളെല്ലാം തന്നെ ഡാനിഷിലാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാറില്ല. ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി, പിന്നെ ട്രെയിൻ കയറി, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു, പിന്നെ 2 പില്ലോ വാങ്ങിച്ചു, ഷൂ മേടിച്ചു, പിന്നെ വിൻ്ററിന് ഇടാൻ പറ്റുന്ന പോലത്തെ ഗ്ലൗസ് മേടിച്ചു, ഷോൾ മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബേസിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.